അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മിമ്പറിലേക്ക് കയറി. സഅദൽ മിമ്പറ വഖാല ആമീൻ ആമീൻ ആമീൻ. കയറിയ സമയത്ത് 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത് ഓരോ പടി ചവിട്ടുപടി ഓരോ പടി കയറുമ്പോഴും ആമീൻ 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 എന്ന് പറഞ്ഞു. ആമീൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഇസ്തജിബ് ദഅവതി എന്നാണ്. എൻ്റെ ദുആ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്നാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഒരു പ്രാർത്ഥനയുടെ പിന്നിലാണ് ആമീൻ എന്ന് പറയുന്നത്. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന വിഷയം വളരെ ഗൗരവപരമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്തിനാണ് ആമീൻ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും നല്ലതുപോലെ ശ്രദ്ധിക്കണം. യാ റസൂലല്ലാഹ് ഇന്നക സഅയ്തൽ മിമ്പറ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ. അള്ളാഹിൻ്റെ പ്രവാചകരെ, അങ്ങ് മിമ്പറയിൽ കയറിയപ്പോൾ ആമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞുവല്ലോ, അതെന്തിനായിരുന്നു എന്ന് അവിടുത്തെ അസ്ഹാബി ചോദിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വന്നു. ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദുആ ചെയ്തു, മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാറ ഫഅബ്അദഹു അല്ലാഹ് ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. ഇതാണ് ഒന്നാമത്തെ വിഷയം. എന്താണത്? പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് ഹാജരാവുകയും അവനക്ക് നോമ്പ് നോക്കുന്നതിന് തടസ്സമായി ഒന്നും ഉണ്ടാവാതിരിക്കുകയും നോമ്പ് നോക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാവുകയും അവൻ നോമ്പ് നോക്കാതിരിക്കുകയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഫദഖലന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഫഅബ്അദഹുല്ലാഹു, അല്ലാഹുവിൻ്റെ എല്ലാവിധ റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് ദ്വാരക്കുകയും എന്നോട് ആമീൻ പറയുകയും ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത് എന്താണ്? വമൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ഫലം യുബിർറുഹുമാ ഫമാത ഫദഖല അന്നാറ ഫഅബ്അദഹുല്ലാഹ്. രണ്ടാമത്തത്, ഒരാൾക്ക് അവന് പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാതാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിതാവുണ്ടായിരുന്നു. ഫലം യുബിർറുഹുമാ, 2 പേർക്കും ഒരു ഗുണവും അവൻ ചെയ്തില്ല, 2 പേരെയും അവൻ മൈൻഡ് ചെയ്തില്ല. ഫമാത, അങ്ങനെ മരിച്ചുപോയി അവൻ. ഫദഖലന്നാറ, അവനും നരകത്തിലാണ്. ഫഅബ്അദഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരെയാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ദുആരക്കാൻ പറയുകയും ആമീൻ പറയാൻ പറയുകയും ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. മൂന്നാമത്തത് എന്താണ്? വമൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക്. എൻ്റെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ പേര് ഒരു സദസ്സിൽ പറയപ്പെട്ടു, ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടു, പക്ഷേ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. സ്വലാത്ത് ചെല്ലാതിരിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. ഫമാത ഫദഖല അന്നാറ ഫഅബ്അദഹുല്ലാഹ്, അവൻ മരിച്ചുപോയി, അവൻ നരകത്തിൽ പ്രവേശിച്ചു. എല്ലാവിധ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അവനെ വിദൂരമാക്കട്ടെ എന്ന് ദ്വാരന്നപ്പോൾ എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ,
വളരെ ഗൗരവപരമായ കാര്യമാണിത്. ഇവിടെ ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറയാൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇതിന് ആമീൻ പറഞ്ഞത് ലോകൈക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ അതർഹിക്കുന്ന എല്ലാവിധ ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ പിതാവോ പ്രായം ചെന്നവരുണ്ടെങ്കിൽ ഒരു നിലയ്ക്കും അവരെ മോശമാക്കരുത്. ജീവിതം താറുമാറായി പോകും. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ അതിൻ്റെ അനുഭവം ജീവിതത്തിൽ അനുഭവിക്കാതെ അവൻ മരിക്കില്ല എന്നാണ്. അതുകൊണ്ട് മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മാതാവോ പിതാവോ പ്രായമുള്ളവരുണ്ടെങ്കിൽ എല്ലാ നിലയ്ക്കും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. പ്രായം ചെല്ലുന്തോറും എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞു നിരിക്കും. അതൊക്കെ ക്ഷമയോടെ കേട്ട് പ്രതികരിക്കാതെ അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുനിശ്ചിതമാവുകയുള്ളൂ, പാരത്രിക വിജയം ലഭ്യമാവുകയുള്ളൂ. മൂന്നാമത് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എത്ര പ്രാവശ്യം നാം കേൾക്കുന്നു. വയലിലും പ്രസംഗത്തിലും ഉപദേശ നിർദ്ദേശങ്ങളിലും എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കാറില്ല, നാം അങ്ങോട്ട് നോക്കാറില്ല. എന്തിനേറെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവസാനം പറയാൻ കഴിയുന്നില്ല. അവൻ അപ്പോഴും സംസാരിക്കുകയാണ്. ഇങ്ങനെ സ്വലാത്തിന്റെ സ്ഥലങ്ങൾ ഒരുപാട് നാം കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും സ്വലാത്ത് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആമീൻ ഞാൻ പറഞ്ഞത് മൂന്നാമത് എന്നോട് അങ്ങയുടെ പേര് പറയപ്പെട്ട് സ്വലാത്ത് ഒരാൾ ചൊല്ലിയില്ല എങ്കിൽ അവൻ മരിച്ചു പോവുകയും അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ എല്ലാവിധ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിക്കട്ടെ എന്ന് ദുആ എന്നപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മൂന്ന് വിഷയവും നല്ലതുപോലെ നാം ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കൊണ്ടായിരിക്കാം നാം ഒക്കെ നരകത്തിൽ കടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇത് മൂന്നും അനവരതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മൂന്ന് കാര്യവും നല്ലതുപോലെ ശ്രദ്ധിച്ച് ജീവിതം തിട്ടപ്പെടുത്താൻ, ക്ലിയറാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.